പേടിക്കണ്ട കേട്ടോ, ഭക്ഷണം കഴിച്ചോ. അങ്ങോട്ടോ. രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ അവിടെ കളിക്കുന്ന നിങ്ങൾ കണ്ടാണ്. തൊട്ടടുത്തായിട്ടുള്ള ഒരു മൊബൈലിൽ നോക്കിക്കൊണ്ട് കിടക്കുന്നുണ്ട്. കൃത്യമായിട്ട് ആ കൊച്ചു ഓടി അവൻ്റെ അടുത്ത് വരുമ്പോൾ അവൻ കാല് മടക്കിയ കൊച്ചിൻ്റെ മർമ്മഭാഗത്തേക്ക് തൊഴിക്കണം. ആ വിഷയം ഞാൻ നേരിട്ട് കണ്ടു. വരും, നമുക്ക് പോലീസിൻ്റെ അടുത്ത് പോകാം. വരും, ഇത് എടപ്പള്ളിയിലുള്ള പോലീസ് ഹെഡ് പോസ്റ്റാണ് സാർ. അതെ, ആ കിടക്കണമൊക്കെ ഉണ്ടോ? രണ്ട് കുഞ്ഞുങ്ങൾ അവിടെ കളിക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ ഞാൻ വിഷ്വലി ജസ്റ്റ് എടുക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഞാനിപ്പുറത്ത് വിഷ്വൽ എടുക്കുന്നൊന്നും കാണുന്നില്ല. ആ രണ്ട് കുഞ്ഞുങ്ങൾ ആ കൊച്ചിന്റെ മർമ്മഭാഗത്തേക്ക് അവൻ കാല് മടക്കി തൊഴിച്ചു. വിഷ്വൽ എന്തെങ്കിലും ഉണ്ട്, പോലീസിനെ വിളിക്കണം, അവനെ ഇപ്പൊ തൂക്കണം, അവന് വിടാൻ പാടില്ല. ആ പക്ഷെ കാല് മടക്കി കൊച്ചിന്റെ മർമ്മഭാഗത്തേക്ക് തൊഴിക്കണമെന്ന് വിഷ്വൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്. കണ്ടിട്ട് കയ്യും കാലും മറക്കുന്നത് ഇമ്മീഡിയറ്റ് ഒന്ന് ഞാൻ കുറച്ചേറെ സമയമായിട്ട് ഇവനെയും അവന്റെ കൂടെയുള്ള ആ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞുങ്ങൾ ഓടി കളിക്കുകയാണ്. ഇവന്റെ അടുത്തേക്ക് ഇടയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഇവന് ഈ കാല് മടക്കി നമ്മൾ ഈ ഭയങ്കര ശത്രുവിനെയൊക്കെ തൊഴിക്കുന്ന രീതിയിൽ കാല് മടക്കി ഇങ്ങനെ അവൻ തൊഴിക്കണം. കൃത്യമാണ് ആ കുഞ്ഞിന്റെ മർമ്മഭാഗത്തിന് അടുത്തായിട്ടാണ് അവന്റെ കാലെത്തുന്നത്. അതിനുശേഷം ഞാൻ അവരെ നോക്കി, ഞാൻ പോലീസിൽ അറിയിച്ചു. പോലീസിന്റെ വരവിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണതാ. ആ കുഞ്ഞുങ്ങൾ രണ്ടുപേരും അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലം അവന്റെ നേരെ ഓങ്ങിയിട്ടും ആ കുഞ്ഞവനെ വിട്ടു പോകുന്നില്ല. കുഞ്ഞവനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ചിലപ്പോൾ അവന്റെ മകനോ മകളോ ഒക്കെ ആയിരിക്കും. പക്ഷേ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. മകനാണെങ്കിലും മകളാണെങ്കിലും ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ല. ഇവൻ ആ കൊച്ചിനെ കാല് മടക്കി അടിക്കുന്ന വിഷയമുണ്ട്. ഈ രണ്ട് പിള്ളേരോട് ഓടി നടക്കുകയാണ്. ഞാൻ കണ്ടതാണ്. അവന്റെ കൊച്ചുങ്ങളായിരിക്കാം അത്. ആ കൊച്ചിന്റെ മർമ്മഭാഗത്തേക്കാണ് കൊച്ചിനെ കാലിയത്. കൊച്ചു പിന്നോട്ട് മാറിയതുകൊണ്ട് കൊണ്ട് ആ കൊച്ചു തട്ടിപ്പോണ്ടാണ്. കറക്റ്റ് ഇവിടെയാണ് കാണുന്നത്. കൊച്ചു പിന്നോട്ട് മാറി. അപ്പൊ ഇന്ന് രാവിലെ ആ കുഞ്ഞിനെ ഇവിടെ ഇട്ട് പട്ടിയെ തല്ലുന്നുണ്ടായിരുന്നു ഈ ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു. സാർ, ഈ പിള്ളേര് ഈ റോഡിന്റെ സൈഡിൽ ഈ വാഹനങ്ങളുടെ അടുത്ത് തൊട്ടടുത്ത് വരെ പോകുന്നുണ്ട്. വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് പോവാണ്. സിഗ്നൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞാണ് പോകുന്നത്. അപ്പൊ ആ സമയത്ത് ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഈ വാഹനങ്ങൾ വെടിയുണ്ട പോലെ പോകുന്നതിനടുത്ത് ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഈ പക്കത്ത് ഞാൻ കണ്ടാണ് ഒരു മിന്നൽ പോലെ ഒരു ചെറിയ വ്യത്യാസം വന്നാൽ ആ കുട്ടികൾ വണ്ടിയടി പോകും. നീ കാല് മടക്കി ഈ കൊച്ചിന്റെ മർമ്മഭാഗത്ത് കാല് മടക്കി ഇങ്ങനെ തൊഴിച്ചല്ലോ. ഞാൻ കണ്ടു. വിഷ്വൽ കാണിച്ചു തരണോ? നീ തൊഴിച്ചതിനെ കാണിച്ചു തരണോ? ഇത് മറ്റേ കാല് വെച്ച് കറക്റ്റ് ഇവിടേക്കാണ് കാല് വന്നത്. പോന്നോട്ടോ, നീ ഇങ്ങോട്ട് ചെല്ല. അങ്ങോട്ട് ചെല്ല. സാർ പിടിക്കാനല്ലേ അങ്ങോട്ട് ചെല്ലു. നീ മറ്റേ കാല് വെച്ചാൽ ഞാൻ കൊച്ചിനെ അവിടെ തൊഴിച്ചത്. റോഡിൽ കൊണ്ട് പോകണം. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതെ സാറേ, ഇന്ന് രാവിലെ കൊച്ചിനെ ഇവിടെ തല്ലുന്നുണ്ടായിരുന്നു. ഓട്ടോ ഡ്രൈവർ പട്ടിയെ തല്ലുന്നുണ്ടായിരുന്നു പറഞ്ഞവര്. ഇതിപ്പോ ഈ കൊച്ചിനെ അവൻ കാല് മടക്കി തൊഴിക്കുന്നത് ഞാൻ കണ്ടു. എന്റെ വിഷ്വൽ കിട്ടിയത് കൊണ്ടാണ് രാവിലെ കൊച്ചിനെ അടിക്കുകയൊക്കെ വടിക്കടിച്ചോ? ചോറ് കൊണ്ടുപോയി ചോറ് കൊണ്ടുപോയി ആ കൊച്ചിന്റെ മർമ്മത്ത് കൊണ്ട് ആ കൊച്ച അവിടെ വീഴും. ഈ കാല് മടക്കി തൊഴിക്കണം. അത് കാണാൻ പറ്റില്ല. മിന്നൽ വേദന തൊഴിക്കണം. ആ കൊച്ചിന്റെ മർമ്മഭാഗത്തിന് കൊച്ചിന് ഈ വണ്ടികൾ ഇങ്ങനെ ഈ റെഡ് മാറിയിട്ട് ഗ്രീൻ വന്നു കഴിയുമ്പോഴേ വാഹനങ്ങൾ മിന്നൽ പോലെ പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുകയാണ്. നമ്മള് ഒരു പതിവ് രാത്രി അടിച്ചു പൊടിയും രാവിലെ വീണ്ടും കുറെ ടീമുണ്ട്. 1-2 നല്ലത് എല്ലാ പാലക്കുണ്ടല്ലോ. എല്ലാ ബ്രിഡ്ജിന്റെ അടിയിലും
അതിനെ കൊണ്ട് യാത്ര തിരക്കിട ജീവിതമാക്കാറുണ്ട് രാത്രി അടിച്ചു ഓടിച്ചാൽ അവരാൾ മരിച്ചു പോയോ എന്ത് ചെയ്യണം ഇപ്പൊ? ഇവരെ കൊണ്ട് ഞങ്ങൾ പോയി നിങ്ങൾ ആ കൊച്ചിന് മേലെ തല്ലി കയറുന്നു ഇനി ഉപദ്രവിക്കാൻ കണ്ട് ഞാൻ ഓട്ടോ ഞാൻ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ക്യാമറകളാണ്. എന്തായാലും വിഷയത്തിന് സൂലാക്കം പിന്നെ വിടാനേ പിടിച്ചു വന്നേക്കുന്നതാണ്. റോട്ടിട്ട് ഓടിക്കരുത്. കൊച്ചു പേടിച്ചു പോകും, കൊച്ചു പേടിച്ചു അങ്ങോട്ട് പേടിക്കണ്ട കേട്ടോ. ഭക്ഷണം കഴിച്ചോ? അങ്ങോട്ടോ. അതെ അതെ അതെ, കൊച്ചുകൾ ഇതായി പോലെ. പോലീസ് ഇവിടെ തികച്ചും നിസ്സഹായരാണ്. അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അവന്റെ അടുത്ത് വന്നപ്പോൾ അവന്റെ ഒരു കാല് വയ്യ, ഒരു കാലിൽ കുപ്പിച്ചില് കയറിയിട്ട് ആ ചില്ല് കയറിയിട്ട് ആ കാലവനെ അനക്കാൻ വയ്യ. എന്നിട്ടോ മറ്റേ കാല് വെച്ചിട്ടാണ് ഈ കൊച്ചിന്റെ ഈ മർമ്മഭാഗത്തേക്ക് വന്ന് ഒഴിച്ചിരിക്കുന്നത്. അമ്മാര് തോന്നിയ ശ്രമം കാണിച്ചേക്കണം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവനെ എടുത്തോണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരുടെ അനാഥരം എന്ത് ചെയ്യുന്നത് അറിയാൻ പാടുന്ന അവസ്ഥയിൽ പെരുവഴിയിലായിട്ടുള്ള കുഞ്ഞുങ്ങൾ. കൊച്ചാണെന്നുണ്ടെങ്കിൽ അത് കണ്ണെത്തി കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾ പോകുന്നത് കാണിച്ചു കൊടുത്ത് ഈ റെഡ് മാറി ഗ്രീൻ വീണ് കഴിഞ്ഞാൽ മിന്നൽ പോലെയാണ് വാഹനങ്ങൾ പോകുന്നത്. ഈ കുഞ്ഞുങ്ങൾ നേരെ ഈ സൈഡിലൊക്കെ വന്ന് ഓടി അങ്ങോട്ട് ക്രോസ് ചെയ്യുക, തിരിച്ച് ഇങ്ങോട്ട് വരിക. ഒന്ന് കണ്ണ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ അടിയിൽ പോകും. നീ ഇനി കൊച്ചിനെ തല്ലരുത് കേട്ടാ. ഇനി കൊച്ചിനെ തല്ലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസില്ലെങ്കിൽ നിന്നെ നമ്മ നാട്ടുകാരെല്ലാം കൂടി എടുക്കും. കൊച്ചിനെ എങ്ങനെയാണോ തല്ലുന്നത്? കൊച്ചിനെ തല്ലുന്നത് എങ്ങനെയാണ്? ഒരു വടിയെടുത്തല്ല തല്ലുന്നത്. ഒരു മര്യാദയില്ലേ? കാല് മടക്കി ഇങ്ങനെ കൊച്ചിന്റെ മർമ്മഭാഗത്തേക്ക് തൊഴിക്കണോ ചെയ്യുന്നത്? നിന്റെ ഈ കാലിനെന്ത് വെച്ചാണ് കമ്പി കുത്തിയത്? നിന്റെ ഒരു കാല് എന്നിട്ട് നീ മറ്റേ കാല് വെച്ച് നീ എന്തെങ്കിലും തൊഴിയാൻ ഒഴിക്കുന്നത്? കൊച്ചിന്റെ മർമ്മഭാഗത്ത് കൊണ്ട കൊച്ചു ജീവിച്ചു. നമ്മൾ മുൻപ് ഓർമ്മയുണ്ടോ ഭിക്ഷാടകരെ നമ്മൾ ഇവിടുന്ന് ഓടിച്ചത്? ഞാൻ വന്ന ഒരു വാർത്ത ചെയ്തിരുന്നു നമ്മൾ. അതിനുശേഷം ഭിക്ഷാടകരെ ഇവിടുന്ന് പോയിരുന്നു. ഓക്കെ ഓക്കെ, അതിനുശേഷം ഭിക്ഷാടകരൊക്കെ ഇവിടുന്ന് പോയിരുന്നു. ഓടണ്ട 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 ഓടണ്ട, ഓടിയിട്ട് കാര്യമില്ല. വണ്ടി എടുക്കല്ലേ. ഞങ്ങൾ ക്യാമറയുമായി പിന്നാലെ ചെന്നപ്പോൾ അവരവിടുന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി വൺ വേ കണക്കാക്കി റോഡ് ക്രോസ് ചെയ്ത് മറ്റൊരു വഴിയിൽ കൂടെ ആ സ്ത്രീ ഓടി. ഞങ്ങൾ പുറകെ ചെന്നു. കഴിഞ്ഞ കുറച്ചേറെ ദിവസങ്ങളായി നിരന്തരമായി ഞങ്ങൾ ഈ വെയിലും കൊണ്ട് ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് എറണാകുളത്തെ എല്ലാ ജംഗ്ഷനുകളിലും. ഈ കുഞ്ഞിനെ ഒരിക്കൽ കൂടി ഒന്ന് കണ്ടു കിട്ടുമോ എന്നറിയുവാൻ വേണ്ടിയിട്ട്. അന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്നിരുന്ന ആ സ്ത്രീയെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? പക്ഷേ ഈ നിമിഷം വരെ അവരെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കായില്ല. കൊച്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ പന്താടി ഇമാതിരിയുള്ള പ്രവൃത്തികൾക്ക് ഒരു അറുതി വരണ്ടേ? പോലീസ് നിസ്സഹായരാണ്. സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിനെന്തെങ്കിലും ഒരു സമാധാനം കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലെ എത്രയോ കുഞ്ഞുങ്ങൾ വണ്ടിക്കടിയിൽപ്പെട്ടോ മറ്റെന്തെങ്കിലും അപകടത്തിൽപ്പെട്ടോ കാണാതാവുകയോ ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്യാം.